നന്നായിട്ട് അറിയാം. ആരൊക്കെയാണ് പ്രധാനമായിട്ട് അനുകരിക്കുന്നത്? രണ്ട് വ്യക്തികളുടെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും നിങ്ങൾക്ക് സുപരിചിതമായത്. അവരൊരിക്കലും സുഹൃത്തുക്കളല്ല, സുഹൃത്തുക്കളായിട്ട് ഞാൻ അവതരിപ്പിക്കുകയായിരുന്നു, ഒരു ഫണ്ണായിട്ട് രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു. നമ്മുടെ പിണറായി വിജയൻ സാർ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. പല വേദികളിലും ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കാണുന്നത് നവകേരള സദസ്സിൻ്റെ പ്രോഗ്രാമിൻ്റെ സമയത്തായിരുന്നു. അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ പറ്റി. അപ്പോഴാണ് കൂടുതൽ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരിക്കുകയും പ്രസംഗിക്കുമ്പോഴുള്ള ഒരു ശൈലിയൊക്കെ മനസ്സിലായത്. ഇപ്പോൾ ഒരു വേദിയിലേക്ക് കടന്നു വന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ വലിയ ചിരി കാര്യങ്ങളൊന്നും തന്നെയില്ല. നമുക്ക് പിണറായി വിജയൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. മുഖ്യമന്ത്രി ആയതുകൊണ്ട് വരുമ്പോൾ കൈയടിക്കണം കേട്ടോ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ബ്ലഡ് ഡോണർ ഡേ ആണ്. അതിന് ചിരിക്കുന്നത് എന്തിനാണ്? എനിക്ക് നിങ്ങളോട് പറയും, ഈ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണോ എനിക്ക് ഈ മൈക്ക് തന്നത്? അല്ലാതെ എക്കോ അടിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ആ പഴയ കാലം ഞാൻ ഓർമ്മ വരുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ചുവന്ന റോസാപ്പൂക്കളെ കാണുന്നുണ്ട്. എല്ലായിടത്തും ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ചുവന്ന വിരിപ്പിലാണ്. ഈ റെഡ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റെഡ് മനസ്സിൽ പറയുമ്പോൾ തന്നെ എൻ്റെ ആ മനസ്സിൽ ആ ചുവപ്പ് കൂടി ആണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെ ഇടയിൽ കൂടെ നെഞ്ചു പിടിച്ച് വന്നവരാണ് ഞാനത്. ചേച്ചിക്ക് അറിയില്ലത്? അറിയില്ലേ? എന്നെ പറ്റി വലിയ ബോധ്യമില്ലാന്ന് തോന്നുന്നില്ലേ? ഞാൻ കേരളത്തിന് മുഖ്യമന്ത്രിയാണ്, കുറെ വർഷങ്ങളായിട്ട് ഇവിടെയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ മോദിജി ഒന്ന് വിളിച്ചിട്ടൊക്കെ വരട്ടെ. എങ്ങനെയാണോ വരേണ്ടത്? രാജഗിരി ഹോസ്പിറ്റൽ വിളിച്ചാൽ ഞാൻ വരാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച എന്നെ മാത്രമായിരിക്കും വിളിച്ചിട്ടുണ്ടെന്ന്. ബ്രെഡ് എന്ന് കേട്ടാൽ എനിക്ക് ആദ്യം ഓർമ്മ പറഞ്ഞ ജാമാണ്. ബ്രെഡോ? എന്റെ മോദിജി, ഇത് ബ്രെഡിന്റെ ദിവസമല്ല, ഇത് ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ചെവിട് കേൾക്കില്ല. ഒരു പാട്ടുണ്ടല്ലോ ചേച്ചി, രഥമാരെ 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 രഥമാരെ. എന്റെ മോദിജി, ഒന്നാമത് നല്ലൊരു പരിപാടിയാണ്. ആ നല്ല കലാകാരന്മാരൊക്കെ ഒന്ന് സംസാരിക്കേണ്ടതാണ്. അവിടെ നിന്ന് ഇങ്ങനെയുള്ള പാട്ടുകളാണ് പാടുന്നത് അല്ലേ? ഇവിടെ മറ്റൊരാൾ വന്നിട്ടുണ്ടല്ലോ. അതാരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, ഞങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം.